ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, രാവിലെ തൊട്ട് ഒരു ഈവനിങ് ടൈം വരെയുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ നമ്മുടെ ഡേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ഫസ്റ്റ് ടൈം ചെയ്യുവാണ്. അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്ന് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ ഓർത്ത് ഷോർട്സ് ഇടാമെങ്കിൽ പിന്നെ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നിപ്പം ലോങ് വീഡിയോ ഇടുന്നത്. അപ്പം വീഡിയോ എല്ലാവരും കാണണേ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഒരു സാമ്പ്രാണി വിളക്കിൻ്റെ മുന്നിൽ കത്തിച്ച് വെക്കും. പിന്നെ ചിലപ്പോൾ നമ്മുടെ കിച്ചണിലും കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ സാമ്പ്രാണിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടൊരു ഫീലാണല്ലോ. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് നേരെ ചായ ഇടാൻ കയറും. ആദ്യം തന്നെ ചായ ഇടും, അതാ ചെയ്യുന്നത് കേട്ടോ. ഞാനും ഹസ്ബൻഡും കുഞ്ഞും, ഞങ്ങൾ 3 പേരുള്ളൊരു കുഞ്ഞു ഫാമിലിയാണ് ഇപ്പോൾ ഇവിടെ. അപ്പം രാവിലെ ഞങ്ങൾക്കുള്ള ചായയൊക്കെ എടുത്തു. പിന്നെ അത് കുടിച്ചിട്ട് നേരെ ഞാൻ ആ പാത്രമെല്ലാം അങ്ങ് വാഷ് ചെയ്ത് വെക്കുവാണ്. കാരണം അപ്പം വാഷ് ചെയ്ത് വെച്ചിരുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ ക്ലീൻ അല്ലാതെ കിടക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ബാക്കി പണി ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് പോകും. അപ്പം ഞാൻ ഓരോന്നും എടുക്കുമ്പോൾ പാത്രമെല്ലാം അങ്ങ് വാഷ് ചെയ്ത് വെക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കിച്ചണും ഇച്ചിരി ചെറുതാണ്. അപ്പം എല്ലാം കൂടെ നോക്കുമ്പോൾ അപ്പം അങ്ങ് വാഷ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ചോറ് തലേദിവസം റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുവാണ്. അതെനിക്കൊരു നല്ല പരിപാടി കേട്ടോ എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ ചില ദിവസമൊക്കെ കറികളൊക്കെ വെച്ച് ചോറ് കഴിക്കാൻ നേരം ആകുമ്പോഴേക്കും പക്ഷേ ചോറ് വെച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർക്കുന്നത് മറന്നു പോകും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ തലേന്ന് തന്നെ ചോറ് ഇങ്ങനെ ഇറക്കി വെച്ചേക്കുമ്പം എളുപ്പമുണ്ട്. രാവിലെ നേരെ തിളപ്പിച്ചെടുത്ത് ഊറ്റി വെച്ചാൽ മതി. പക്ഷേ ഇപ്പോഴും ഈ ചോറ് ഊറ്റുന്ന പരിപാടി എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ കുക്കറിലാണ് ഊറ്റുന്നത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ആ കലത്തിൽ നിന്ന് ഇങ്ങനെ അടപ്പ് തുറന്നിട്ട് കുറേ വെള്ളം ഇങ്ങനെ അങ്ങ് പിടിച്ച് ഊറ്റിക്കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് സാധാരണ പോലെ ചോറിങ്ങനെ വാലാൻ വെക്കുന്നത്. വാലാൻ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്. അങ്ങനെ ഇറക്കി വെക്കുന്നത് ഇപ്പം ആ കണ്ടേക്കുന്ന പോലെ. അപ്പം അതൊക്കെ ചെയ്തിട്ട് പിന്നെ നേരെ ഗോതമ്പ് ദോശ കേട്ടോ ഇന്നത്തെ കാപ്പിക്ക്. ശരിക്കും ഞാൻ ഇന്ന് നോർമൽ ദോശ ഉണ്ടാക്കാൻ ഇരുന്നതാണ്. അപ്പോൾ തലേ ദിവസം പക്ഷേ അരി ഉഴുന്നൊക്കെ ഇടാൻ മറന്നുപോയി. പിന്നെ നേരെ ഗോതമ്പ് ദോശയാക്കാമെന്ന് കരുതി. രാവിലെ നോക്കിയപ്പോൾ ഈസി പരിപാടി അതാ. പിന്നെ മോനും ഇഷ്ടം ഗോതമ്പ് ദോശയാണ് കേട്ടോ, നോർമൽ ദോശക്കാട്ടിലും. അങ്ങനെ ഞങ്ങൾക്ക് ദോശയൊക്കെ ചുട്ടു. എനിക്കും ഹസ്ബൻഡിനും ദോശ വലിയ താല്പര്യമൊന്നുമില്ല ഈ ദോശ. പിന്നെ കുഞ്ഞിനത് ഇഷ്ടമായതുകൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കും കേട്ടോ. ഈ റീൽസിലൊക്കെ കാണാമല്ലോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തുടയ്ക്കുന്ന പരിപാടി ഉണ്ടോയെന്ന്. അത് സത്യം കേട്ടോ. ഈ ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ നിരന്ന് കാണുമ്പോൾ പിന്നെ അതിൻ്റെ ഇടവഴി തുടയ്ക്കുന്ന ഒരു സ്വഭാവം എനിക്കുമുണ്ട്. അങ്ങനെ ദോശയൊക്കെ ചുട്ടു. പിന്നെ നേരെ ഇതിനൊരു കറി ഉണ്ടാക്കുവാണ്. ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല, പകരം ഒരു എളുപ്പപ്പണിയാണ് ഇത്. ഈ സവാള ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് അതിനകത്ത് ഇച്ചിരി ഉപ്പും മുളക് പൊടിയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത് ഗോതമ്പ് ദോശയ്ക്ക്. പിന്നെ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞാൻ നേരെ മോനും കൊണ്ടുപോയി കൊടുക്കുവാണ്. അവൻ തന്നെയും കഴിക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാരിയും കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിച്ചോളും. തന്നെ കഴിക്കുവാണെങ്കിൽ അതുകൊണ്ട് അവിടെ ഇരിക്കും, അതൊട്ടും കഴിച്ചിരിക്കത്തുമില്ല. പിന്നെ വാരി കൊടുക്കുമ്പം അവനൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം. അങ്ങനെ അതൊക്കെ അവൻ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവനോട് പറഞ്ഞു കേട്ടോ, വീഡിയോ ഓണാ മോനെ. പക്ഷെ അവന് പ്രത്യേകിച്ച് റിയാക്ഷനൊന്നുമില്ല. അങ്ങനെ അവനതൊക്കെ കൊടുത്തതിന് ശേഷം നേരെ ഞാൻ തൂത്തുവാരാനായിട്ട് പോവാണ്. തൂത്തുവാരുന്നതിൻ്റെ ഇടയ്ക്കുണ്ടോ മൊത്തം നിരത്തിയിട്ടൊക്കെ. അപ്പോൾ അവനോട് തന്നെ ഞാൻ പറയുക, അതേ ആരിലുമൊക്കെ കാണും വീഡിയോയാ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ മാറ്റിയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ തൂത്തുവാരലൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ കഴിക്കാൻ ചെന്നിരുന്നു. എനിക്കും ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഉണ്ടാക്കിയതല്ലേ, കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഹസ്ബൻഡ് പുറത്ത് പോയിട്ട് കയറി വന്നു. പിന്നെ നേരെ പോയി ഡോറൊക്കെ തുറന്ന് കൊടുത്ത് അത് കഴിഞ്ഞ് വന്ന് ഞാനങ്ങനെ കഴിച്ചു. പിന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പം ഗോതമ്പ് ദോശ വേണ്ട. എന്നാൽ പിന്നെ ഞാൻ അവിടുത്തെ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി കൊടുക്കാം. അതാകുമ്പം ഞാനെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് എല്ലാം വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് എപ്പോഴും തന്നെ കാണും ഫ്രിഡ്ജിൽ ഇങ്ങനെ. അത് ഭയങ്കര ഈസിയുമാണ്. അതിൽ നമ്മുടെ ക്യാരറ്റ്, അതുപോലെ ക്യാപ്സിക്കം, ബ്രൊക്കോളി, പിന്നെ നമ്മുടെ സവാള, ഇത്ര സാധനം മതി. അതിൽ ഈ ബ്രൊക്കോളി അരിയുമ്പോൾ നമ്മൾ കഴുകി കുറച്ച് നേരം ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ വെച്ചേക്കണം. പിന്നെ ഇതെല്ലാം കൂടെ നേരെ ഒരു 5 മിനിറ്റ് ആവിക്ക് വെച്ചൊന്ന് വെന്തെടുക്കണം. വെന്തെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാനകത്ത് ശകലം നെയ്യോ ബട്ടറോ എണ്ണയൊന്നും ഒഴിക്കല്ലേ, കാരണം ഹെൽത്തി സാലഡാണല്ലോ.
അപ്പം ഈ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ചേർത്തിട്ട് അതിനകത്തോട്ട് കുഞ്ഞാക്കി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതൊന്ന് കളർ മാറുമ്പോഴത്തേനും അതിനകത്തോട്ട് പച്ചക്കറി നമ്മുടെ ഈ ആവിക്ക് വെന്ത പച്ചക്കറിയും കൂടെ ചേർത്തിട്ട് അതും ഹൈ ഫ്ലെയിമിൽ ഒത്തിരി ഒന്നും കിടന്ന് വേവേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് ഇളക്കിയെടുത്ത് അതിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടൊരു മുട്ടയും കൂടെ ഒന്ന് ചിക്കി പൊരിച്ച് പിന്നെ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെജിറ്റബിൾ സാലഡാണ് കേട്ടോ. അതാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് രാവിലെ കഴിക്കാം. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ കൊടുത്തു. പിന്നെ ആദ്യക്കുട്ടനെ ഞാൻ ശകലം മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം കൊടുത്തില്ലെങ്കിൽ ചിലപ്പം വേണമെന്ന് പറയുകയും ചെയ്യും, അല്ലെങ്കിൽ തൊട്ട് അവനത് കഴിക്കാറുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ആദ്യക്കുട്ടനും കൂടെ കുറച്ച് നട്ട്സൊക്കെ കഴിച്ചു. അപ്പോഴത്തേനും അവൻ അടുത്ത പരിപാടിയും കൊണ്ട് വന്നിട്ടുണ്ട്. എവിടെയോ കണ്ടിട്ട് എന്തോ പേപ്പർ പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കാണെങ്കിൽ അത് ശരിക്കും അറിയത്തില്ല. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനത് യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ച് അങ്ങനെ ഉണ്ടാക്കുക. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തു. പക്ഷേങ്കിൽ അത് ചെയ്തതായാലും വലിയ പ്രശ്നമായിപ്പോയേ. എന്നാന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇതാണ് നമ്മുടെ ഫ്രോഗ്. ഞാൻ ദേ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ജമ്പ് ചെയ്യുന്നുണ്ട്, നല്ല രസമുണ്ട്. പക്ഷേങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്യുമ്പോൾ അതൊട്ടും അനങ്ങുന്നില്ല. എന്തോ അവൻ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കുക. അന്നപ്പോൾ അത് അതിലും വലിയ വഴക്കും കാർച്ചയും ബഹളവും എല്ലാം ആയിപ്പോയി. ഇതിപ്പോൾ ഉണ്ടാക്കി കൊടുത്തതും പ്രശ്നം, കൊടുത്തില്ലേലും പ്രശ്നം, അങ്ങനെ ആയിപ്പോയി അവസ്ഥ. അങ്ങനെ വഴക്കൊക്കെ കുറേ നേരം ഉണ്ടായിരുന്നു. അങ്ങനെ കളിയും വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഉച്ചയായി സമയം. പിന്നെ ഞാൻ നേരെ കിച്ചണിൽ ചെന്ന് ഉച്ചക്കത്തേനുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. ഇന്നിപ്പം വേറെ കറികളൊന്നും വെക്കുന്നില്ല, സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണാണ്. പിന്നെ തലേദിവസം കിഴങ്ങ് മെഴുക്കുവരട്ടി, രസം, അതുപോലെ പപ്പടവും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം നമ്മളൊന്ന് പുറത്തും പോകുന്നുണ്ട്. അപ്പം പിന്നെ ഒരു നേരത്തെ ഫുഡ് മതി ഇന്ന്. അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ പണി എളുപ്പമുണ്ടായിരുന്നു. ഒരു ചമ്മന്തിയും കൂടെ ആക്കാമെന്ന് കരുതി. ചമ്മന്തിക്ക് ഞാൻ തേങ്ങ ഇത്ര നാളും നമ്മുടെ ചിരണ്ടി എടുക്കുമായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഈസി ഇതാന്ന്. ഇത് ചെറുതായിട്ട് കൊത്തി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി. എന്തായാലും ചമ്മന്തി നമ്മൾ അരച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ചിരണ്ടുന്ന സമയം വേസ്റ്റ് ആവത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ എപ്പോൾ ചിരണ്ടിയാലും എൻ്റെ കൈ ആ ചിരവയുടെ വക്കത്ത് കൊണ്ട് മുറിയുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡ് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തേങ്ങയൊക്കെ അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ടിട്ട് വേണം ജാറിലിട്ട് അടിച്ചെടുക്കാൻ. ഇന്നിപ്പം ഞാനും ആദ്യക്കുട്ടനും കൂടെ ഒരുമിച്ച് കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റിലാണ് എടുത്തത്. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ, അവനും കൊടുക്കാം, ആ കൂടെ ഞാനും കഴിക്കും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് കേട്ടോ, കിടന്നിച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്യും. ഇന്നിപ്പം സാറ്റർഡേ ആണ്. സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെ ഹസ്ബൻഡ് വൈകുന്നേരം സമയത്തൊക്കെ ഷട്ടിൽ കളിക്കാൻ പോകും. അങ്ങനെ പോകുന്നതിന് മുന്നേ ഒരു കോഫിയൊക്കെ ഞാൻ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ കോഫിയൊക്കെ അവിടെ ഇരുന്ന് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ. ബൈ.